രാഹുൽ ഈശ്വർ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ശരിയാണ്, കേരളത്തിന് ലോകത്തിന് മുന്നിൽ വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ് ശബരിമല. അതിൻ്റെ പേരിൽ അയ്യപ്പ ഭക്തരെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു സംഗമം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ശബരിമല ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നൊരു പരസ്യം നൽകിയിട്ടോ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടോ ഒക്കെ വേണോ ലോകത്തിനറിയാൻ? ഈ സർക്കാരിൻ്റെ ഈ പുതിയ ഇങ്ങനൊരു പ്രഖ്യാപനത്തെ, ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പ്രഖ്യാപനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ആഗോള അയ്യപ്പ സംഗമം വളരെ സ്വാഗതാർഹമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരം കാര്യങ്ങളെ നമ്മൾ കാണണം. സ്വാമി അയ്യപ്പൻ്റെ സന്ദേശം ഞങ്ങൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസികൾ പൊതുവെ വിളിക്കുന്നത്, കലിയുഗ വരദനാണ്. നമ്മുടെ മലയാളികൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ചരിത്ര പുരുഷനും ഈശ്വരാവതാരവും ഒക്കെയാണ് സ്വാമി അയ്യപ്പൻ അഥവാ മണികണ്ഠൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നിങ്ങളുടെ ജേർണലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ, അയ്യപ്പനും വാവരും വെളുത്തയും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒരുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന, ഭാരതം മഹാത്മാഗാന്ധിയിലൂടെയും സ്വാമി വിവേകാനന്ദനിലൂടെയും ഒക്കെ മുമ്പോട്ട് വെച്ച പ്ലൂറലിസ്റ്റിക് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ബഹുസ്വരമായ ആത്മീയത എന്ന ആശയം ഏറ്റവും ശക്തമായി 1000 വർഷം മുമ്പ് പറഞ്ഞ വ്യക്തിയാണ്. ഇത് പരസ്യം കൊടുക്കലല്ല. അദ്ദേഹം ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് ബ്രാൻഡ് അല്ല, അതൊരു ചൈതന്യമാണ്. ബ്രാൻഡ് എന്ന് മാനേജ്മെന്റ് ടെർമിനോളജി വിളിക്കുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷേ അതൊരു ചൈതന്യമാണ്. ആ ചൈതന്യത്തെ ലോകത്തിലേക്ക് നമ്മൾ അറിയിക്കണം. ഒരുപക്ഷെ അറിയുന്ന പലർക്കും കൗതുകം തോന്നും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ നിന്ന് 20 അംഗ സ്ത്രീകൾ, ജർമ്മൻ സ്ത്രീകൾ ശബരിമലയ്ക്ക്, അതായത് 50 വയസ്സിനും 60 വയസ്സിനും ശേഷമുള്ള സ്ത്രീകൾ കെട്ടുമൊക്കെ എടുത്തു വന്നിരുന്നു. അങ്ങനെ ഒരുപാട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ആത്മീയ പാതയാണ് ശബരിമല. അത് തിരിച്ചറിയാനും അത് ആഘോഷിക്കാനും നമുക്കാകട്ടെ. കലിയുഗ വരദനാണ്. ശരിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ ആത്മീയ സാമൂഹിക ബിംബമാണ് സ്വാമി അയ്യപ്പൻ. ചരിത്ര പുരുഷനാണ്, ദൈവമാണ്, ഈശ്വരാവതാരമാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതങ്ങനെ ചെയ്യട്ടെ. ചരിത്രത്തിൽ പ്രത്യേകിച്ച് CPM-നോട് പല കാര്യങ്ങളിലും തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട്. 5 തവണ പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസ് എന്നെ ജയിലിലിടുകയും 2-3 ആഴ്ചയോളം ജയിലിൽ കിടക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. പഴയ വേദനകളും വിഷമങ്ങളും ഉണ്ട്. ഇപ്പോഴും പല കേസുകളും പിൻവലിച്ചിട്ടില്ല. അതൊക്കെ ഉണ്ട്, അതൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പല ഹിന്ദു ആക്ടിവിസ്റ്റുകൾക്കെതിരെയും കേസ് തുടരുന്നുണ്ട്. ആ വിഷമമൊക്കെ മനസ്സിലുണ്ട്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കുകയും, പ്രത്യേകിച്ച് സഖാവ് ശ്രീ പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ അയ്യപ്പന്റെ മതസൗഹാർദ്ദം ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം അവർക്ക് പറ്റിയ അബദ്ധങ്ങളോ ശരിയല്ലാത്ത കാര്യങ്ങളോ കൂടി ഏറ്റുപറയുകയാണെങ്കിൽ കുറെ കൂടെ നന്നായിരിക്കും. അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ രാഹുൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? രാഹുൽ ഇതൊക്കെ പറയുമ്പോൾ ആലോചിച്ചത് 2018-ലും 2019-ലും ഒക്കെ നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ ഈ സ്ക്രീനിൽ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഇരുന്നിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയായിരുന്നു. എന്തായാലും വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഹിന്ദു വിഭാഗം ഈ ഒരു CPM-ൽ നിന്ന് LDF-ൽ നിന്ന് അകന്നു പോവുകയാണെന്നൊരു ആശങ്ക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ചില കമ്മ്യൂണിറ്റികൾ അകന്നു പോകുന്നു എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനമെന്ന് ആരെങ്കിലും ദോഷേക ദൃക്കുകൾ പറഞ്ഞാൽ അതിൽ രാഹുൽ എന്തെങ്കിലും കഴമ്പ് കാണുമോ? അല്ല, ദോഷേകതൃക്കല്ല. ന്യൂസ് 18 പറയുന്നതും നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതും വാസ്തവമാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ണടച്ചിരിട്ടാക്കണ്ട. സത്യസന്ധമായി പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇലക്ഷൻ വർഷം വരുമ്പോൾ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM-ആണ്. CPM-ന്റെ 81% ഹിന്ദു വോട്ടർ ബേസ് ആണെന്ന് കോട്ടയം CPM സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം 10% ക്രിസ്ത്യനും 9% മുസ്ലിം സമൂഹമാണെന്ന് പറഞ്ഞാൽ ബാക്കി 81% ഹിന്ദു സമൂഹമാണല്ലോ. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഈഴവ ഫോളോഡ് ബൈ നായർ സമുദായങ്ങളാണ്. ഈ വിഷയത്തിൽ ആരാധ്യനായ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ ഒക്കെ എടുത്ത നിലപാടാണ് സാധാരണ ഹിന്ദുക്കൾക്കുള്ളത്. ആദ്യം വെള്ളാപ്പള്ളി നരേശൻ സാർ ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ അവർകളെ എതിർക്കാതിരുന്നെങ്കിലും പിന്നീട് രാത്രിയുടെ മറവിൽ രഹസ്യമായി യുവതികളെ അവിടെ പോലീസ് കയറ്റിയപ്പോൾ പിണറായി വിജയൻ അവർകൾ ചതിച്ചുവെന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നരേശന്റെ ധർമ്മപത്നിയായ പ്രീതി നരേശൻ മാഡം അടക്കം പറയുന്നത്. സാധാരണ വിശ്വാസികൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കില്ല. നമുക്കതൊരു ആത്മീയ ചൈതന്യമാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമിയാണെങ്കിലും ഭാരതകേസരി വന്നത്തുനാണെങ്കിലും മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ ഞങ്ങൾക്ക് സാമൂഹിക ആത്മീയ നേതൃത്വം. അപ്പം നമുക്കിതിൽ രാഷ്ട്രീയമില്ല. ഇതിനെ ആര് പോസിറ്റീവ്ലി ഹൈലൈറ്റ് ചെയ്താലും അതിനെ സ്വാഗതം ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പൊ CPM-ന്റെ ഭാഗത്തൊന്നും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണക്കാൻ ഇങ്ങനെ ഒരു നീക്കം മതിയാമോ? ഇപ്പം എപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഈ സാമുദായിക നേതാക്കളൊക്കെ പറയുന്നത് ഈ ശബരിമല സ്ത്രീ പ്രവേശനവും അതേ തുടർന്നുണ്ടായ സ്ത്രീ പ്രവേശന വിധിയും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഹിന്ദു സമൂഹത്തിലാകെ വലിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയ മുറിവുകളെയൊക്കെ പരിഹരിക്കാൻ ഈ ഒരു നീക്കത്തിലൂടെ കഴിയും എന്ന് രാഹുൽ പ്രതീക്ഷിക്കുന്നുണ്ടോ?
ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാനോ മോശമാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ അല്ല. CPM-ൽ ഞങ്ങൾ അന്ന് ഒരുപാട് CPM നേതാക്കളോട് സംസാരിച്ചു. ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ ഒറ്റയാളുടെ പിടിവാശിയാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ആക്കിയത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് അടക്കം ബാക്കി ഒരുപാട് പേർ ഈ വിഷയത്തിൽ വിശ്വാസികളുടെ സെന്റിമെന്റ്സ് നോക്കണമെന്ന് അഭിപ്രായമുള്ള ഒരാളായിരുന്നു. അവർ ശക്തമായ പ്രസ്താവനകൾ ഇറക്കിയെങ്കിലും CPM-ന്റെ മുതിർന്ന നേതാവായ ശ്രീ പത്മകുമാർ സാർ വളരെയധികം ഞങ്ങളടക്കമുള്ളവരെ സഹായിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല, കാര്യം ഇനി അത് പറയാമല്ലോ. അന്നത്തെ കോൺഗ്രസും BJP-യും CPM-ഉം പ്രത്യേകിച്ച് CPM-ന്റെ പത്തനംതിട്ടയിലുള്ള ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ സ്വന്തമായി നവോത്ഥാന നായകനായിട്ടുള്ളൊരു മേലങ്ക് അണിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മാത്രം നിർബന്ധത്തിലാണ് ഈ രീതിയിലുള്ള പിടിവാശി നടത്തിയത്. ഇപ്പൊ അദ്ദേഹത്തിന് തെറ്റാന്ന് മനസ്സിലായി കാണും എന്നാണ് എന്റെ വിശ്വാസം. കാര്യം ഇപ്പൊ CPM-ന്റെ ആൾക്കാർ പോലും നിലപാട് മാറ്റി. സുധാകരൻ സാർ അടക്കമുള്ള മുൻ ദേവസ്വം മന്ത്രിമാർ നിലപാട് മാറ്റി. അത് സ്വാഗതാർഹമാണ്. പത്മകുമാർ സാറൊക്കെ ആദ്യമേ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അദ്ദേഹമൊക്കെ കരഞ്ഞിട്ടുണ്ട്. അതായത് വെർച്വലി നമ്മുടെ ഈ വിധിയിൽ വന്നപ്പോൾ നിസ്സഹായനായി നിന്ന് കണ്ണീർ പൊഴിച്ചിട്ടുള്ളതാണ് CPM-ന്റെ മുതിർന്ന അംഗമായ പത്മകുമാർ സാർ അടക്കമുള്ളവർ. അപ്പൊ ഈ വിഷയത്തിൽ ശ്രീ പിണറായി വിജയൻ അവർകൾ അതൊന്ന് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ, അതായത് ആ കാലത്ത് ചില ധൃതികൾ ഞങ്ങൾ കാണിച്ചു, അനാവശ്യമായ തിടുക്കം കാണിച്ചു, വിധി വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ അതൊരു മുറിവിൽ മരുന്ന് പുരട്ടലായിരിക്കും. അതല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് അറിയാമല്ലോ, കാണാമല്ലോ. എന്തിന് ആരാധനായ സുകുമാരൻ നായർ സാർ കേന്ദ്രത്തിലെ BJP-ക്കെതിരെ വരെ ശക്തമായി സർവീസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അധികാരം ഉള്ളപ്പോൾ ഇത്തരം നിയമമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഉണ്ടാക്കുക. ഈ വിഷയത്തിൽ നമുക്ക് ആർക്ക് രാഷ്ട്രീയമില്ല. അത് BJP-യിലെ കുമ്മനം രാജശേഖരൻ ചേട്ടനുമില്ല. അതായത് നമ്മുടെ പ്രേമേന്ദ്രൻ സാർ, കൊല്ലം MP പ്രേമേന്ദ്രൻ സാർ അവിടെ കേന്ദ്രത്തിൽ ലോക്സഭയിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ BJP-കാരല്ലേ എതിർത്തു. കാര്യം ഇദ്ദേഹം ക്രെഡിറ്റ് കൊണ്ടുപോകുന്നു വിചാരിച്ചു. കുമ്മനം ചേട്ടൻ പറഞ്ഞത് പ്രേമേന്ദ്രനെങ്കിൽ പ്രേമേന്ദ്രൻ ആരവതരിപ്പിച്ചാലും കുഴപ്പമില്ല, നമുക്ക് റിസൾട്ട് വന്നാൽ മതിയെന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആർക്കും ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല. CPM മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമാണ് CPM. ഞാൻ ഇടതുപക്ഷത്തിനോട് എതിർ നിൽക്കുന്ന ആളാണ്. അവരോട് തല്ലുകൂടി നിൽക്കാൻ അവിടെ ആർക്കും താല്പര്യമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയ വേദന, വിഷമം, ഒരു കാര്യം കൂടെ, ആയിരക്കണക്കിന് ആൾക്കാരുടെ കേസ് ഇന്നും പിൻവലിച്ചിട്ടില്ല. ഞാൻ അടക്കമുള്ളവരുടെ കേസ് ഇന്നും പിൻവലിച്ചിട്ടില്ല എന്ന് മറക്കരുത്. കഴിഞ്ഞ ഇലക്ഷൻ വരുമ്പം കേസ് പിൻവലിക്കാമെന്ന് പറച്ചിലേ ഉള്ളായിരുന്നു. ഇതുവരെ അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഞങ്ങളടക്കം കോടതിയിൽ ഇപ്പോഴും ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. പൗരത്വ പ്രക്ഷോഭവും ശബരിമല പ്രക്ഷോഭവും കൂടെ കൂട്ടിച്ചേർത്ത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും എതിരായ കേസുകൾ പിൻവലിക്കുമെന്ന് CPM പറഞ്ഞെങ്കിലും ഞങ്ങൾക്കെതിരെയുള്ള കേസുകളൊന്നും ഇന്നിഫക്റ്റ് പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങളും കൂടെ നോക്കണം. ഇത് കണ്ണിൽ പൊടിയിടരാവരുത്. വാസവൻ സാറിനെയൊക്കെ വലിയ വിശ്വാസമാണ്. വാസവൻ സാർ പിണറായി വിജയൻ സഖാവിന്റെ നിലപാടാണ് ഈ കാര്യത്തിൽ പ്രസക്തം. അദ്ദേഹം എടുത്ത പിടിവാശി, അദ്ദേഹം ആവശ്യമില്ലാതെ ഞാൻ പിടിച്ച മുതലിന് 3 കൊമ്പെന്ന നിലപാടിൽ നിൽക്കുകയും മറ്റും ചെയ്തു. മുഖ്യമന്ത്രിയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഭക്തർക്കുണ്ടായ വേദനയെങ്കിലും ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ രാഹുൽ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ CPM നേതാവ് ശ്രീ K. അനിൽകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ അനിൽകുമാർ, ആഗോള അയ്യപ്പ സംഗമത്തെ